ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ഈ മഴയത്തേക്ക് കഴിക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ഒരു ചക്ക കൂട്ടാൻ റെസിപ്പി ഒന്ന് കണ്ടാലോ. അപ്പോൾ ഞാൻ ഒരു ചക്കൻ്റെ പകുതി എടുത്തിട്ടുണ്ട് കേട്ടോ. അതെല്ലാം ഒരു മീഡിയം സൈസ് വലുപ്പത്തിൽ ഇതെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കുറച്ച് കുരുവും അതിൻ്റെ ബാക്കിയെല്ലാം കുറച്ച് മാത്രമേ ചേർത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ മുഴുവൻ ചുളയാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഇതെല്ലാം ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. കുക്കറിലാണ് ഇത് വേവിച്ചെടുക്കുന്നത്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ വേവാൻ ആവശ്യമുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുക. വെള്ളം അധികം ആവരുത് കേട്ടോ, ചക്കൻ്റെ താഴെ നിൽക്കണ വെള്ളം. അപ്പോൾ ഇതാ ഒരു അരക്കപ്പോളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഇനി നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് ഒരു വിസിൽ വരുന്നവരെ വേവിച്ചെടുക്കാം കേട്ടോ. ചക്ക പെട്ടെന്ന് വെന്ത് കിട്ടിക്കോളൂ കേട്ടോ, ഒരു വിസിൽ മതിയാവും. അപ്പോഴേക്ക് ഇതിലേക്ക് ഒരു അരപ്പ് തയ്യാറാക്കാം കേട്ടോ. അപ്പോൾ ചെറിയൊരു മുറി തേങ്ങ മുഴുവനായിട്ട് ചിരകിയെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി, ചെറിയ ഉള്ളി, പച്ചമുളക്, കറിവേപ്പില കേട്ടോ. പിന്നെ 1 ടീസ്പൂൺ ചെറിയ ജീരകവും ചേർത്തിട്ടുണ്ട്. ഞാൻ അതിൽ കാണിക്കണില്ല, മിക്സിയിലേക്ക് ഇട്ട് കൊടുത്താൽ കേട്ടോ. ഒരു വീഡിയോ ഇതിലില്ല. അപ്പോൾ എന്തായാലും അതും കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതാ നമ്മളെ ചക്ക ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നന്നായിട്ട് ഇതൊന്ന് കയ്യിൽ വെച്ചിട്ട് ഉടച്ച് കൊടുക്കുക കേട്ടോ. ഇത് കറക്റ്റ് വെള്ളം തന്നെയാണ് കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് ഉടച്ച് കൊടുക്കുക. ഇതിലേക്ക് ഇതാ തേങ്ങ അരച്ചത് ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കണം കേട്ടോ. നമ്മൾ തേങ്ങയും ചക്കയും കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. അപ്പോൾ ഇതാ നമ്മൾ ചക്കക്കൂട്ടം അവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ട് നമ്മൾ തേങ്ങ അരച്ചതും ചക്കയും കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ല കുഴമ്പ് രൂപത്തിലായിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളി ചക്കക്കൂട്ടാൻ കേട്ടോ. ഇനി നമുക്കിതൊന്ന് താളിച്ചെടുക്കണം. അപ്പോൾ ഇതാ വെളിച്ചെണ്ണയിൽ തന്നെ താളിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണ ചൂടാന് ശേഷം 1/2 ടീസ്പൂണ് ഉലുവ ചേർത്ത് കൊടുക്കുക കേട്ടോ. അതിന് ശേഷം 1 ടീസ്പൂണ് കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 2 3 അല്ലി വെളുത്തുള്ളി ചെറുതായി ഒന്ന് കട്ട് ചെയ്തത് അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതാ കുറച്ച് വറ്റൽമുളകൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം കറിവേപ്പില ചേർത്തിട്ട് നമ്മളെ ചക്കക്കൂട്ടാനിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. തൂമിച്ചുമ്പോൾ ഇതെല്ലാം ഇതിലേക്ക് ചേർക്കണം കേട്ടോ. ഉലുവയും അതുപോലെ കടുവും കറിവേപ്പിലയും വറ്റൽമുളകും ഇതെല്ലാം കൂടെ അങ്ങോട്ട് മിക്സാക്കി ആ ഒരു ടേസ്റ്റിങ് വരണം കേട്ടോ. ഇതെല്ലാം കൂടെ ചേർക്കുമ്പോൾ നമുക്ക് നല്ലൊരു ടേസ്റ്റാണ്. ഉലുവ കൂടാതെ നോക്കണം. 1/2 ടീസ്പൂണോളം മാത്രം മതി കേട്ടോ. അപ്പോൾ എന്തായാലും ഇങ്ങനെ ഉണ്ടാക്കി നോക്കുന്നുണ്ട്. നല്ല അടിപൊളി കൂട്ടാനായിട്ട് ഈ മഴത്തൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ല അടിപൊളി കൂട്ടാനാണ്. നല്ല ചൂട് കഞ്ഞിൻ്റെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷനുണ്ട്. അതുപോലെ ഇതിലേക്ക് ഉണക്കമീൻ ഉണ്ടല്ലോ, അതൊക്കെ നല്ല ടേസ്റ്റ് കേട്ടോ. അപ്പോൾ ഇന്ന് സ്കൂളില്ലാത്ത ദിവസമായതുകൊണ്ട് മക്കളൊക്കെ വീട്ടിലുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മക്കളുള്ള ദിവസം അങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അവരും കഴിക്കും, നമുക്കും കഴിക്കാമല്ലോ. അപ്പോൾ അവർക്കും ഇഷ്ടമാവും കേട്ടോ. എപ്പോഴെങ്കിലുമൊക്കെ മക്കൾക്കൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുക. അതും ഈ മഴയത്തൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ല റെസിപ്പിയാണ് കേട്ടോ. എന്തായാലും ഉണ്ടാക്കി നോക്കുക. നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അസ്സലാമു അലൈക്കും, നമസ്കാരം.